ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ സൺഡേ സ്കൂൾ വാർഷികം ഇവിടെ ആരംഭിക്കുവാൻ പോവുകയാണ്. വന്നിരിക്കുന്ന എല്ലാ സഹോദരന്മാരും സഹോദരിമാരും കുട്ടികളും ശാന്തരായിരിക്കണം. ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ എല്ലാവരും ഇരിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇന്നത്തെ ഈ സൺഡേ സ്കൂൾ വാർഷികത്തിൻ്റെ അധ്യക്ഷനായി കടന്നു വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതനായ സജി ജെ സഹോദരനാണ്. അദ്ദേഹത്തിന് മുന്നോട്ട് ക്ഷണിക്കുന്നു. ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിലേക്ക് ക്ഷണിക്കുകയാണ്. തുടർന്നുള്ള പരിപാടികൾ അദ്ദേഹമാണ് നിയന്ത്രിക്കുന്നത്. എത്രയും പെട്ടെന്ന് മുന്നോട്ട് കടന്നു വരുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂൾ വാർഷികത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒന്നിച്ച് സംഗമിക്കുവാൻ വലിയവനായ ദൈവം ഇടയാക്കിയതുകൊണ്ട് നന്ദി ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ കാര്യപരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി പ്രാർത്ഥനകളിലൂടെ നമുക്ക് ഈ മീറ്റിംഗ് ആരംഭിക്കാം. സഹോദരൻ കെ.ഒ. ജോഷി ഇപ്പോൾ റിപ്പോർട്ട് വന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൃപയാൽ ഞങ്ങൾക്ക് ഈ രീതിയിൽ ഉച്ചതിരുന്ന സമയം അവർക്ക് സമയം കണ്ടുവരുവാന്നതോ അതിനായി സംസ്കൃതിയിൽ അദ്ദേഹത്തോട് പറഞ്ഞ് ഉള്ള വാർഷികമായിട്ട് വന്നിരിക്കുകയാണ്. ഏകദേശം 35ഓളം കാര്യ പരിപാടികൾ അവരുടെ താലന്തുകളൊക്കെ വിളിച്ചു നോക്കുവാനായിട്ട് വന്നിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും സ്ത്രീകൾ പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ കുറവുകൊടുത്ത് ചെറുതാവട്ടെ വലുതാവട്ടെ അവരെ ഏറ്റിരിക്കുന്ന പരിപാടികളൊക്കെയും സംഭവമായിട്ട് നടത്തുവാൻ പറ്റണം. ആവശ്യമായ കുറവുകൊടുക്കണം. ആദ്യമായിട്ട് തിരുനാമം അവരിൽ കൂടി അവർ നടത്തപ്പെടുന്നതായ പരിപാടികൾ കൂടി നടത്തുവാൻ ആളിനെ എനിക്ക് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അധ്യക്ഷനായ ഓർക്കുന്നു. ചെറുതായ ഒരു മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഞങ്ങൾക്കും കടന്നുകൊണ്ടിരിക്കുന്ന മുതിർന്നവർക്കും ഓരോപോലെ അനുഭവത്തിൽ കാരണമായി തീരുമാനിക്കണം എന്ന് പറയാനാണ്. ഈ ഇതിൻ്റെ അതോടൊപ്പം എല്ലാ ക്രമീകരണങ്ങളും സമൂഹമാവട്ടെ ലൈറ്റാവട്ടെ എല്ലാ ക്രമീകരണങ്ങളും അനുവദിക്കപ്പെട്ട ക്രമീകരിക്കപ്പെട്ട രീതിയിൽ നമുക്ക് പോകാൻ നോക്കണം. തടസ്സമില്ലാതെ നമുക്ക് പോകാൻ നോക്കണം. വിദ്യാർത്ഥികൾക്ക് മാറാനാണ് ഇവർ ഞാൻ സഹായിക്കാൻ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ തന്നെ. അടുത്തതായിട്ട് ഗാനം ആലപിക്കുവാനായിട്ട് എല്ലാവരും ചേർന്ന് നമുക്കാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ലീഡ് ചെയ്യുന്ന ഉത്തരവാദിത്തപ്പെട്ടവരെ അതിനായിട്ട് ക്ഷണിക്കുന്നു.
ഗാനത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് കുഞ്ഞുങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് അടുത്തതായിട്ട് സ്വാഗതം നൽകുവാനായി സഹോദരി മിനി ജോഷി കൊണ്ടുവരുന്നതായി. ഇന്ന് സൺഡേ സ്കൂൾ വാർഷികത്തോടുള്ള ബന്ധത്തിൽ ഈ രീതിയിൽ കൂടി വരുവാൻ തക്കണം വലിയവനായ ദൈവം നമ്മളെ സഹായിച്ചു. ആ ദൈവത്തിന് ആദ്യമായി സകല മഹത്വവും സ്തോത്രവും അർപ്പിക്കുന്നു. കഴിഞ്ഞ സൺഡേ സ്കൂൾ വാർഷികം 2023 ഫെബ്രുവരി 12-ാം തീയതി ഞായറാഴ്ച 3 മണിക്ക് സൺഡേ സ്കൂൾ സിയോൻ ബ്രദർ ചർച്ച് സഭാ ഹാളിന്റെ ഉള്ളിൽ വെച്ച് നടത്തുവാനായിട്ട് വലിയവനായ ദൈവം സഹായിച്ചു. അതവസരത്തിൽ കുട്ടികളുടെ പരിപാടികളോട് കൂടെ ആ ശുശ്രൂഷ ആരംഭിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അതവസരത്തിൽ അധ്യക്ഷനായിട്ട് KV മാത്യു മണ്ണാത്തറ കടന്നു വരുവാനും ശുശ്രൂഷ കുട്ടികൾക്കും അധ്യാപകർക്കും അതുപോലെ മാതാപിതാക്കൾക്കും ആവശ്യമായ സന്ദേശം നൽകുവാനായിട്ട് ഇടയായി. അത് മാത്രമല്ല മത്സരത്തിൽ പങ്കാളികളായ കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുവാനും ദൈവം സഹായിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ ലീഡേഴ്സും കുട്ടികളും അടക്കം 53 പേർ ഉണ്ടായിരുന്നു. സ്കൂൾ പാഠാവലിയുടെ അടിസ്ഥാനത്തിലാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ടും കർത്താവ് സഹായിച്ചു. ആദ്യത്തെ 15 മിനിറ്റ് കുഞ്ഞുങ്ങളെ പാട്ടുകൾ പഠിപ്പിക്കുവാനും ദൈവം സഹായിച്ചു. എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സൺഡേ സ്കൂൾ വാർഷികത്തിന്റെ അധ്യക്ഷനായി കടന്നു വന്നിരിക്കുന്ന പ്രിയദാസൻ സാറ്റി മല്ലശ്ശേരി സഹോദരനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സഭയിലെ മൂപ്പന്മാര്, മാതാപിതാക്കള്, കുട്ടികൾ, അതിൽ പുറമേ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ശുശ്രൂഷിക്കുന്നു. അടുത്തതായിട്ട് ഒരു ആക്ഷൻ സോങ് ആണ് ആംഗ്യഗാനം. അതിന് ഹീറോസിനെ ക്ഷണിക്കുന്നു. ഹീറോസ്
വിചാരിക്കുന്നു. അവർ പറയുകയായിരുന്നു, ബൈബിളിലെ ഓരോ ഹീറോകളെയും അവർ കാണുമ്പോൾ അവർ ഞങ്ങളെപ്പോലെ തന്നെയായിരുന്നു. അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത ഹീറോസാണ്. നിങ്ങൾക്കറിയാമോ, വിത്ത് ക്രൈസ്റ്റ് ഐ എം എ ഹീറോ, വിതൗട്ട് ക്രൈസ്റ്റ് ഐ എം സീറോ. അപ്പോൾ നിങ്ങൾക്കും ഹീറോകളാകാം. എങ്ങനെ? നിങ്ങളെ പോലെയുള്ള ആളുകളാണ് ദൈവവചനത്തിലെ ഹീറോസ് ആയിട്ട് ഷൈൻ ചെയ്യുന്നത്. ദാവീദ്, ശമൂവേൽ, സാംസൺ, ഇങ്ങനെയുള്ള ഹീറോസ്, പൗലോസ് മുതലായുള്ള അനേകം ഹീറോസ്. പക്ഷേ നിങ്ങൾക്ക് ഹീറോയിൻസ് ആക്കുവാൻ യേശു കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിന്റെ നായകനായി, ഹീറോയായി കർത്താവ് ഇരിക്കട്ടെ. അവർ തുടർന്ന് വഴി കാട്ടട്ടെ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കട്ടെ. താങ്ക് യു. അടുത്തതായിട്ട് മുറുകെ പിടിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള വിഷയം അവതരിപ്പിക്കുവാൻ ഡിനിൽ, ഡെന്നി ആൻഡ് പാർട്ടിയെ ക്ഷണിക്കുന്നു. വചനം ഒഴുകെ പറ്റുക. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. 119:105. വല്ലതും മുറുകെ പിടിക്കുക. ആകെ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്യ ലേഖനത്താൽ എന്ന ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുക. 2 തെസ്സലോനിക്കർ 2:15. പ്രബോധനം മുറുകെ പിടിക്കുക. അത് വിട്ടുകളയരുത്, അത് കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. സദൃശവാക്യങ്ങൾ 4:13. ആദർശം മുറുകെ പിടിക്കണം. ആദർശം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തിരഞ്ഞെടുക്കുന്നല്ലോ. എബ്രായർ 3:14. സഹോദരന്മാർ, പുറകെ പിടിക്കുക. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവിൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. വെളിപ്പാട് 2:25. നീ എവിടെ പാർക്കണമെന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളതെന്ന് ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. വെളിപ്പാട് 2:13. എല്ലാവർക്കും ചേർന്ന് നമുക്ക് കൈയടിക്കാം. നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മളെ കേൾപ്പിച്ച കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് ക്രിസ്ത്യൻ പ്രിൻസ് മുമ്പോട്ട് വന്ന പാട്ട് പാടുന്നു. Nandra
കനിവുള്ള കണ്ണുകൾ നമ്മളെ കണ്ടു. നശിച്ചുപോയി എന്ന് തോന്നിയ നമുക്ക് ജീവിതം നൽകി. അവൻ തന്നെ സ്നേഹത്താൽ നമ്മളെ വിളിച്ചു. ആ സ്നേഹത്തെ ക്രിസ്റ്റൻ പ്രിൻസ് പ്രകീർത്തിക്കുകയായിരുന്നു. പ്രിയ പൈതൃകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് കാക്കയുടെ ജീവിതാനുഭവം കേൾക്കുവാൻ ജെയ്ഡൻ ഗിൽപ്ലസിനെ ക്ഷണിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹമാണ്. ഇന്ന് നമുക്ക് ഏലിയാവിനെ പോറ്റിയ കാക്കയുടെ ജീവിതാനുഭവം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ആരും ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പക്ഷിയാണ് കാക്ക. എങ്കിലും ഈ കാക്കയ്ക്ക് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടാകുമോ? ഒന്ന് കേട്ടു നോക്കിയാലോ. ഒരു കാക്കയായി പറഞ്ഞതിനോർത്ത് ദുഃഖിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പതിവ് പോലെ ഇന്നും ഞാൻ മൂടി പൊതിച്ചു കിടന്നു. പുറത്തിറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ എന്നും പരിഹാസം, ഒറ്റപ്പെടുത്ത് നിന്ന മടുത്തൊരു ജീവിതം. ഇന്നും ഈ കൊട്ടാരത്തിൽ തന്നെ കിടക്കാം. 3 നേരം കഴിക്കാൻ നല്ല ഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ. കൊട്ടാരം എന്റെ സ്വന്തമൊന്നുമല്ല കേട്ടോ. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിൽ തട്ടിൻ പുറത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഇന്ന് പതിവില്ലാതെ എന്തോ രാജാവിന്റെ മുന്നിലൊരു ബഹളം. ആരോ രാജാവിന്റെ മുന്നിൽ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. ഞാൻ ചെവി ഓർത്ത് കേട്ടു. ഏതോ തിഷ്പനായ ഏലിയാവിനെ പറയുന്നുണ്ട്. ഈ വർഷങ്ങളിൽ അയാൾ പറയുന്നത് മഴ പെയ്യില്ലത്രേ. ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും. ഈ ആഹാബ് രാജാവ് ആളൊരു ഭയങ്കരനാണ്. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ ദിവസം രാജാവിന്റെ തെറ്റി ചൂണ്ടിക്കാട്ടിയ മന്ത്രിയെ ഒറ്റ വെട്ടിന് കൊന്നതാ. ഇന്ന് ഏലിയാവിന്റെ തല മണ്ണിലുരുളുമെന്നാണ് തോന്നുന്നത്. പക്ഷേ പ്രവാചകൻ തന്റെ അടുത്തോടാണ് പറഞ്ഞിട്ട് പോകുന്നത്. രാജാവ് അസ്വസ്ഥനാകുന്നുമുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തിൽ ഉലാത്തുകയും ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലായില്ല. എന്തെങ്കിലും ആകട്ടെ എന്ന് ചിന്തിച്ച് ഞാൻ ഉറങ്ങാൻ കിടന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് തലയിടുന്നത്? നമുക്ക് നമ്മുടെ കാര്യം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനും അക്കൂട്ടത്തിൽ ഒന്ന് മാത്രം. പ്രിയരെ, നാമും ചിന്തിക്കുന്നത് ഇങ്ങനെയാണോ? നമ്മൾ സെൽഫിഷ് ആകുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പ്രത്യേക ഉദ്ദേശം നടക്കാതെ വരും. നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശം നിറവേറുന്നതിന് വേണ്ടിയല്ലേ നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. കാക്കയ്ക്ക് ഇനിയും എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് നോക്കാം. ചില ദിവസങ്ങൾ കഴിഞ്ഞിട്ടും മഴ പെയ്യാതിരുന്നപ്പോഴാണ് ഞാൻ കാര്യമായി ശ്രദ്ധിക്കുന്നത്. ആ മനുഷ്യൻ സത്യത്തിൽ ഒരു പ്രവാചകനായിരുന്നു. സർവശക്തനായ ദൈവത്തിന്റെ ദൂത് രാജാവിനെ അറിയിച്ചതാണത്രേ. എന്തായാലും സംഗതി സത്യമായി. ഇപ്പോൾ രാജ്യത്ത് മഴയില്ല, കനത്ത വെയിൽ, എങ്ങും വറ്റി വരാൻ തുടങ്ങിയ ക്ഷാമം, സർവത്ര ബുദ്ധിമുട്ട്, ജനങ്ങൾ വരഞ്ഞ് പട്ടിണി കൊണ്ട് മരിക്കുന്ന അവസ്ഥ. പ്രജകൾ ആഹാബ് രാജാവിനെ ശപിക്കാനും തുടങ്ങി. പക്ഷേ കൊട്ടാരത്തിൽ ഇതുവരെ വലിയ ആഹാര പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പവും ഇറച്ചിയുമൊക്കെ സുലഭമായിട്ട് തന്നെ ഉണ്ട്. പെട്ടെന്ന് ഒരു രാത്രി എന്റെ കൂട്ടിനുള്ളിൽ വലിയൊരു പ്രകാശം വന്നെന്ന് പറഞ്ഞു. നീ യോർദാന കഴുകുള്ള കെരീത തോട്ടിലേക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പോകണം എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആഹാബ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ കലവറയിൽ നിന്നും അപ്പവും ഇറച്ചിയും എടുത്ത് അവിടെയുള്ള എന്റെ പ്രവാചകനെ കൊണ്ടുകൊടുക്കണം എന്നായിരുന്നു ആ ശബ്ദം. അപ്പോഴാണ് ഞാനത് സർവശക്തനായ ദൈവത്തിന്റെ ദൂതനാണ് എന്ന് മനസ്സിലാക്കിയത്. എനിക്ക് എന്ത് യോഗ്യതയുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. കറുത്ത നിറമുള്ള, കരകരാ ശബ്ദമുള്ള നികൃഷ്ടനായ എന്നെ എന്തിനാണ് ദൈവം തെരഞ്ഞെടുത്തത്? ഞാൻ കൊണ്ടുകൊടുത്താൽ അദ്ദേഹം കഴിക്കുമോ എന്ന ചോദ്യങ്ങൾ പലതും എന്നിലൂടെ കടന്നുപോയി. എങ്കിലും ദൈവത്തിന്റെ സ്നേഹം ഓർത്തപ്പോൾ ഞാൻ രാവിലെ തന്നെ അപ്പവും ഇറച്ചിയുമായി പ്രവാചകന്റെ അരികിലെത്തി. അദ്ദേഹം എന്നെ അരികിൽ ചേർത്ത് എന്റെ തലയിൽ തലോടി. ഇതൊക്കെ കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഇങ്ങനെ അംഗീകരിക്കുന്നത്. അന്നു മുതൽ തോട്ടിലെ വെള്ളം വെച്ച് പ്രവാചകൻ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് വരെ ഞാൻ എന്റെ പ്രവൃത്തി തുടർന്നു. ഇന്ന് ഞാൻ വളരെ സന്തോഷവാനാണ്. എന്നിലെ അയോഗ്യതകൾ യോഗ്യതയാക്കി മാറ്റിയ ദൈവത്തിന്റെ സ്തോത്രം. വേദപുസ്തകത്തിൽ എന്നെ പറ്റി പരാമർശിക്കുവാനിടെ എല്ലാവരും എന്നെ കളിയാക്കിയപ്പോഴും നിന്ദിച്ചപ്പോഴും സ്വർഗസ്ഥനായ ദൈവം എന്നെ ഇത്രമേൽ ഉയർത്തിയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങളെ എത്ര അധികം ഉയർത്തുവാൻ ദൈവം ശക്തനാണ്. പ്രിയ കൂട്ടുകാരെ, കാക്ക പറഞ്ഞത് കേട്ടല്ലോ. നിങ്ങളുടെ അനുഭവം എന്തുമാകട്ടെ, വേദനയോ നിരാശയോ ഒറ്റപ്പെടലോ നിന്നയോ എന്തുമാകട്ടെ, വിഷമിക്കേണ്ട. കാക്കയായ ഏലിയാവിനെ പോറ്റിയ ദൈവം ഇന്നും ജീവിക്കുന്നു. ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക. ദൈവം തീർച്ചയായും നിങ്ങളായിരിക്കും. ദൈവം നാം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. ജെയ്ഡൻ ഗിൽപ്ലസ്
സ്വർഗത്തിലെ ഫോൺ നമ്പർ 333. ഒരിക്കലും ഒരു പെൺകുട്ടി ഫോൺ കയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന കണ്ട പിതാവ് അവളോട് ചോദിച്ചു, ഈ ഫോൺ കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? അവൾ മറുപടി പറഞ്ഞു, ഞാൻ ഫോണിൽ ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. അത്ഭുതത്തോടെ പിതാവ് ചോദിച്ചു, ദൈവത്തിന് ഫോൺ നമ്പറുണ്ടോ? അവൾ മറുപടി പറഞ്ഞു, ഓർക്കാൻ എളുപ്പമാണ് 333. അവൾ വിശദമായി പറഞ്ഞു, ഇരമ്യ 33:3. എന്നെ വിളിച്ചപേക്ഷിക്കാൻ അതിന് ഉത്തരം പറഞ്ഞു. നീ അറിയാത്ത മഹത്തായ്മ ഗൗരവമായുള്ള കാര്യങ്ങളെ അന്ന് എനിക്ക് മനസ്സിലാക്കി തരും. പ്രിയമായ സ്നേഹിതരെ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ച് മുന്നോട്ട്.
അടുത്തതായിട്ട് കഥ പറയുവാനായിട്ട് അയോണ സാഞ്ചേസിനെ ക്ഷണിക്കുന്നു. അതിനുശേഷം ബീഷോൺ വർഗീസ് ഒരു പാട്ട് പാടുന്നു. പണ്ട് പണ്ട് നയമാൻ എന്ന പേരുള്ള ഒരു സേനാധിപതി ഉണ്ടായിരുന്നു. ആളൊരു ഭയങ്കര പരാക്രമശാലിയായിരുന്നു. കുറെ യുദ്ധങ്ങളൊക്കെ ജയിച്ചിട്ടുള്ള ആളാ. ആ ദേശത്തെ രാജാവിനും ജനങ്ങൾക്കൊക്കെ ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമുണ്ടാ, ആൾക്കൊരു അസുഖമുണ്ട്. പനിയും ചുമയും കൊറോണ എന്നല്ലട്ടാ, അതൊരു കുഴപ്പം പിടിച്ച അസുഖ. എന്താണ്? കുഷ്ഠം. പാവം നയമാൻ അസുഖത്തെ പറ്റി ആലോചിക്കുമ്പോ തന്നെ ആകെ അപ്സെറ്റ് ആവും. അതുകൊണ്ട് മര്യാദക്ക് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ ആൾക്ക് ഒന്നിനും ഒരു മൂടില്ല. മനസ്സിന് സുഖമില്ല, ശരീരത്തിന് സുഖമില്ല. അതുകൊണ്ട് മര്യാദക്ക് ഉറങ്ങാൻ പോലും ആ പാവത്തിന് പറ്റാറില്ല. നയമാൻ ഈ കാര്യങ്ങളൊക്കെ പുറത്തുള്ള ആൾക്കാർക്ക് കാര്യമായിട്ട് അറിയില്ലെങ്കിലും വീട്ടിലൊരു കൊച്ചു പെൺകുട്ടി ഇതൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കണ്ടായിരുന്നു കേട്ടാ. അതാരാണെന്നറിയോ? അവിടുത്തെ ഒരു കൊച്ചു പണിക്കാരി പെൺകുട്ടി. ഏകദേശം എന്റെ ഒക്കെ അത്ര കാണാവള്. നയമാൻ ഒരു യുദ്ധത്തിന് പോയ സ്ഥലത്തേക്ക് പിടിച്ചോണ്ട് വന്നത്ര ആള് നല്ല സ്മാർട്ടായതുകൊണ്ട് നയമാന്റെ ഭാര്യയ്ക്ക് അവളെന്ന് ബോധിച്ചു. അവർക്കൊക്കെ അവളെ നല്ല ഇഷ്ടമായിരുന്നു. അവൾ ഒരു ദിവസം നയമാന്റെ ഭാര്യയോടെ അടുത്ത് പറഞ്ഞു, ആന്റി, എന്റെ നാട്ടിലെ ഒരു പ്രവാചകനുണ്ട്. നമ്മൾ സാറ് ആളെ ചെന്ന് കണ്ട ഈ അസുഖം അങ്ങോട്ട് മാറിയേനെ. ഇത് കേൾക്കേണ്ട താമസം ആന്റി ഓടിപ്പോയി സാറിന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ആകെ കൂടെ ഒരു പരക്കം പാച്ചിലായിരുന്നു. നയമാൻ രാജാവിനെ കാണാൻ പോകുന്നു, ലീവ് സാക്ഷൻ ചെയ്യുന്നു, രാജാവിന്റെ കയ്യിൽ നിന്ന് ലെറ്റർ മേടിക്കുന്നു, കുറെ സമ്മാനങ്ങൾ റെഡിയാക്കുന്നു. അങ്ങനെ എല്ലാം സെറ്റാക്കി ഇസ്രായേൽ നാട്ടിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ നയമാൻ പ്രവാചകന്റെ വീട്ടിന്റെ അടുത്തെത്തി. നയമാനിന്റെ രഥത്തിൽ സ്റ്റൈലിരിക്ക. ഇപ്പൊ പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചു തന്നെ കുഷ്ഠത്തെ ആട്ടി ഓർക്കുന്നു പ്രതീക്ഷിച്ചിരിക്കുമ്പോഴേ ഒരാൾ വന്നിട്ട് പറയാ, ഞാൻ ഓർത്താൻ്റെ ഒരു 7 വട്ടം മുന്നിൽ കുളിക്കാൻ. ഇത് കേട്ടത് നയമാൻ ദേഷ്യം വന്നു. പിന്നെ ഞാനവിടെ വെള്ളം കാണാൻ നടക്കാമല്ലോ, ഇവിടെ വന്നിട്ട് ഈ കലക്കാവളത്തിൽ കുളിക്കാൻ. എന്നിട്ടാണ് ഇതൊക്കെ ഒന്നുകൂടി കൂടാൻ. അല്ലെങ്കിൽ ഇത് കുളിക്കാണ്ട് വന്ന അസുഖമല്ല. അങ്ങനെ ചൂടായി നിൽക്കണം നയമാന്റെ അടുത്ത് കൂടുതൽ ആൾക്കാർ പറഞ്ഞു, സാരില്ല സാറേ, ഒന്ന് കുളിക്കാനല്ലേ പറഞ്ഞുള്ളൂ. നയമാനും വിചാരിച്ചു ഇവിടെ വരെ വന്നതല്ലേ, ഒന്ന് കുളിച്ചേക്കാം. അങ്ങനെ നയമാൻ വെള്ളത്തിലിറങ്ങി. ഒരു വട്ടം മുങ്ങി, ഒന്നുമില്ല. രണ്ടാമത്തെ മുങ്ങി, ഒന്നും സംഭവിച്ചില്ല. 3, 4, 5, 6 എവിടെ ഒന്നും നടക്കണില്ല. എന്തെങ്കിലും ആൾക്കാർ വെച്ചിട്ട് നയമാൻ 7ാമത്തെ മുങ്ങി. ഒരു സെക്കൻഡ് ആൾ ശരിക്കും വണ്ടടിച്ചിട്ട് എന്താണ്ടായേ, എന്തൊരു ഭംഗി. ആളുടെ സ്കിന്നൊക്കെ ബേബി സോപ്പിട്ട് കുളിച്ച് കുഞ്ഞു വാമനെ പോലെയായിരുന്നേ. നയമാൻ ഇത് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നയമാൻ സന്തോഷത്തോടെ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. സന്തോഷത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക്, സന്തോഷത്തോടെ ദൈവത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. നിന്റെ പ്രവൃത്തികൾ യഹോവയ്ക്ക് സമർപ്പിക്കാം, എന്നാൽ അവ സാധിക്കും. നമ്മുടെ പാപരോഗം എന്ന കുഷ്ഠം നീക്കുവാനായി കുരിശിൽ പഠിച്ച കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാൻ ഏറ്റുപറയാം. നമ്മുടെ കൊച്ചു ജീവിതം അവനായി സമർപ്പിക്കാം. ഈ ലോകത്തിൽ സമാധാനപൂർണ്ണമായി ജീവിക്കാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. അടുത്തതായിട്ട് ഒരു പാട്ടാണ് ബീഷോൺ വർഗീസ്. ചെറിയ കണ്ടു കാത്തുകൊൾ കാത്തുകൊൾ, നല്ലതു കാണുവാനോർത്തുകൊൾ. വാനത്തിൽ വസിക്കുന്ന ദൈവം നിന്നെ കാണുന്നു. ചെറിയ കണ്ടു കാത്തുകൊൾ കാത്തുകൊൾ, ചെറിയ ചെവികൾ കാത്തുകൊൾ കാത്തുകൊൾ, നല്ലതോ കേൾക്കുവാനോർത്തുകൊൾ. വാനത്തിൽ വസിക്കുന്ന ദൈവം നിന്നെ കാണുന്നു. ചെറിയ ചെവികൾ കാത്തുകൊൾ കാത്തുകൊൾ, ചെറിയ നാവ് കാത്തുകൊൾ കാത്തുകൊൾ, നല്ലതോ ചൊല്ലുവാനോർത്തുകൊൾ. വാനത്തിൽ വസിക്കുന്ന ദൈവം നിന്നെ കാണുന്നു. ചെറിയ നാവ് കാത്തുകൊൾ കാത്തുകൊൾ, ചെറിയ കൈകൾ
അതുകൊണ്ട് നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മെ കാണുന്നു എന്ന് ഓർക്കണം എന്നായിരുന്നു പ്രിയ മകൻ പാടിയത്. അടുത്തതായിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കാണ്, ഉപകരണ സംഗീതം. അതിനായിട്ട് ജോവാൻ സാധനെ ക്ഷണിക്കും. അടുത്തതായിട്ട് ജോണതൻ റോളണ്ട് ആൻഡ് സാമുവൽ പീച്ച് അവർ മുമ്പോട്ട് കടന്നു വന്ന് മിഷണറി കോഡ്സ് അവതരിപ്പിക്കുന്നു. Good afternoon to all. Today we are going to share some famous quotes from missionaries who have devoted their entire life for Christ. Jim Elliot, he is no fool who gives what he cannot keep to gain what he cannot lose. William Carey, expect big things from God, attempt great things for God. Saint Augustine, you have made us for yourself, O Lord, and our hearts are restless until they rest in you. Martin Luther, the just shall live by faith. Amy Carmichael, one can give without loving, but one cannot love without giving. Pandita Ramabai, a life totally committed to God, has nothing to fear, nothing to lose, and nothing to regret. Sadhu Sundar Singh, it is better to burn quickly and melt many souls than to burn slowly and melt none. Hudson Taylor, God's work, done in God's way, will never lack God's supply. Charles Spurgeon, if your theology doesn't change your behavior, it will never change your destiny. Eric Liddell, most of us are missing something in life because we are after the second best. George Muller, if you walk with him and look to him and expect help from him, he will never fail. John Wesley, do all the good you can, in all the ways you can, to all the souls you can, as long as you can. Thank you. മക്കളെ പോകരുത്. ഈ കോട്സ് ഓരോന്നും വളരെ അനുഗ്രഹിക്കപ്പെട്ടതും നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നതുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ദൗത്യം തരികയാണ്. Just wait there. I want to tell you something. So just to take these print out of the cards and distribute them to your friends so that they may also learn it and memorize it. Sunday school അധ്യാപകരോട് ഞാൻ പറയട്ടെ, കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞ കോഡ്സ് നിങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഈ ദൈവദാസന്മാർ ആരാണെന്ന് അവരെ ഒന്ന് ഓർമ്മിപ്പിച്ചിട്ട് അവരുടെ ജീവിതത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. അത് കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഗ്രഹമായിരിക്കും. പലപ്പോഴും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇതിൽ ചിലതൊക്കെ അവരെ സ്പർശിക്കും. ചിലപ്പോൾ കർത്താവിന്റെ വിളി കേൾക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നതായിട്ട് ഈ ഉദ്ധരണികൾ തീരും. ഈ ഉദ്ധരണികൾ പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെയും ഈ ഉദ്ധരണികൾ ആകർഷിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം. അടുത്തതായിട്ട് ഗ്രൂപ്പ് സോങ്ങിനായിട്ട് ഐസക് ജോസ് Thank you.
നമ്മൾ ഏതുമില്ല നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം, നമ്മുടെ അഭിമാനം നമുക്ക് നൽകുന്നത് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടിരിക്കാം. അടുത്തതായിട്ട് ഷെജിൻ സന്തോഷ് ക്ഷമ എന്ന വിഷയം അവതരിപ്പിക്കുന്നതായിരിക്കും. ഷെജിൻ സന്തോഷ്. ക്ഷമ സമയവും സാഹചര്യങ്ങളും വിഷമകരമാകുമ്പോഴും ശാന്തമായും സമയത്തോടെയും നിലകൊള്ളുവാനുള്ള മനുഷ്യന്റെ കഴിവാണ് ക്ഷമ. ക്ഷമയുടെ മാനദണ്ഡം എന്നത് ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാം ചെയ്യുമെന്നാണ് ശിഷ്യനായ പത്രോസിനോട് കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം അരുളി ചെയ്തു. പത്രോസ് യേശുക്രിസ്തുവിനോട് സഹോദരൻ എത്രവട്ടം നിന്നോട് പഠിച്ചാൽ ഞാൻ ക്ഷമിക്കണം? 7 വട്ടം മതിയോ? യേശുക്രിസ്തു 7 വട്ടമല്ല 70 വട്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാനാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിങ്ങളോട് ഇങ്ങനെ തന്നെ ചെയ്യും. മത്തായി 18:21, 22, 35. പ്രിയപ്പെട്ട സ്നേഹിതരെ, നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിച്ച് മുന്നോട്ട് പോകാനിടയാകട്ടെ. താങ്ക് യു.